ഹാദിനും ഹാക്കും കൂടി രാത്രിയിൽ പാർക്കിലേക്ക് വരും. പണ്ട് ട്രീറ്റ്മെന്റിലായിരുന്ന സമയത്ത് സ്ഥിരം ഹാദിനെ കൊണ്ട് ഹാക്കിങ് ഇവിടേക്ക് വരുമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളിന് ശേഷമാണ് അവള് പഴയതുപോലെ ആയത്. ഡയറ്റിലാണെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയെല്ലാം ചെയ്യും. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഹാദിൻ പണ്ട് നമ്മൾ ഇതുപോലെ പോയത് എത്ര രസമായിരുന്നു, ഹാൻഡ് റിവറിന്റെ അടുത്ത് നിന്ന് കഴിച്ച ഫുഡിന്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയും. അത് സെയ്യൂണിന്റെ കൂടെ പോയ മെമ്മറീസ് ആണെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. അവള് പിന്നെയും ഡിസ്റ്റർബ്ഡ് ആവും. പുതിയ മൂവിയുടെ റിലീസിന്റെ ഭാഗമായിട്ട് പ്രസ് കോൺഫറൻസ് നടക്കുകയാണ്. അവിടെ വരുമ്പോഴത്തേക്കിനും ആങ്കർ ലീയെ പറ്റിയാണ് റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്നത്. അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് അടുത്തിരിക്കുന്ന ഡയറക്ടർ അവളോട് പറയുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ആൻസർ ചെയ്യാനായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ആങ്കർ ലീയെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഇവള് പറയുന്നത്. ഇതൊക്കെ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ മൂവിയെ പറ്റിയും നല്ല 2 വാക്ക് എഴുതാനായിട്ട് നിങ്ങൾ മറക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹാദിൻ അവിടുന്ന് വരുന്നത്. അവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഡയറക്ടർ വന്നിട്ട് ഹാദിന്റെ ദേഹത്തൊക്കെ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നന്നായിട്ട് അവിടെ സംസാരിച്ചു എന്നൊക്കെ. ഹാക്കിങ്ങിന് ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അയാൾ പോയി കഴിയുമ്പോൾ ഹാക്കിങ് നോക്കുന്നതാണ് ഇവളെ പറ്റി നല്ലതായിട്ടാണ് റിപ്പോർട്ടേഴ്സ് ഒക്കെ എഴുതിയേക്കുന്നത്. എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണെന്നുള്ള രീതിക്കൊക്കെ അവർ പോസിറ്റീവായിട്ടാണ് ഇതുവരെ ഇല്ലാത്ത രീതിക്ക് എഴുതുന്നത്. ആർട്ടിക്കിൾസ് പോസിറ്റീവായിട്ട് വന്നതിന് പുറമെ റിവ്യൂ ഷോ കഴിയുമ്പോൾ സിനിമയെ പറ്റിയും പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് റേറ്റിലാണ് ടിക്കറ്റ്സ് ഒക്കെ വിറ്റ് പോകുന്നത്. ആ സന്തോഷത്തിലാണ് മിസ് പാർക്ക് അവളെ കാണാനായിട്ട് വരുന്നത്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഹാദിന് വിശ്വസിക്കാനായിട്ട് പ്രയാസമുണ്ട്. ഇപ്പൊ വേറെ സിനിമയൊന്നും ഓടുന്നില്ല എന്നാണ് അവൾ ആദ്യം ചോദിക്കുന്നത്. അതിനെക്കാട്ടിലൊക്കെ നല്ലത് നമ്മുടെ പുതിയ സിനിമയാണെന്ന് മിസ് പാർക്ക് പറയുന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അത്രയും മോശമാണെന്നാണ് ഹാദിൻ ചോദിക്കുന്നത്. കാരണം അവർക്ക് ഇത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ട് എല്ലാവരും അവളെ പറ്റി എഴുതുന്നതും അവളുടെ സിനിമയെ പറ്റിയും നല്ലത് പറയുന്നത്. മിസ് പാർക്ക് അന്നേരം പറയുന്നത് അവൾ ആങ്കർ ലീയെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എല്ലാം നന്നായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാലം ഡേറ്റ് ചെയ്യണം. പക്ഷെ ഉടനെ ഒന്നും കല്യാണം കഴിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. മിസ് പാർക്കിന്റെ സന്തോഷം കാണുമ്പോഴത്തേക്കിനും ഹാക്കിങ്ങിന് പ്രശ്നമാണെന്ന് മനസ്സിലാവും. എന്തായാലും ആങ്കർ ലീയുമായിട്ട് ശരിക്കും ഡേറ്റ് ചെയ്യല്ലാന്ന് തൽക്കാലം മിസ് പാർക്കിനെ അറിയിക്കേണ്ടെന്ന് ഹാദിനും ഹാക്കിയും കൂടി തീരുമാനിച്ചു. ഹാദിന്റെ മൂവി തിയേറ്ററിൽ ഓടുന്നത് വരെ ഡേറ്റ് ചെയ്യാമെന്നാണ് ഇവര് സമ്മതിച്ചിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഓടുന്നുണ്ട്, ഹിറ്റ് ആവുകയാണെങ്കിൽ ഏകദേശം ഒരു 2 മാസമെങ്കിലും എടുക്കുക തിയേറ്ററിൽ നിന്ന് പോകാൻ. അപ്പൊ അത്രയും നാള് ഫേക്ക് ആയിട്ട് ഡേറ്റ് ചെയ്യാലോ എന്നുള്ള സന്തോഷമാണ് ഹാദിന്. ന്യൂസ് റൂമിൽ ആങ്കർ ലീയുടെ കൊളീഗ്സ് ഒക്കെ അവന്റെ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ശരിക്കും ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. സത്യമായിരിക്കും ന്യൂസ് ഒക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമായിരുന്നല്ലോ. അവർക്ക് നേരത്തെ പരിചയമുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പേ പരിചയം ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടായിരിക്കാം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ ആങ്കർ ലീക്ക് ഒരിക്കലും അങ്ങനെ മിസ്റ്റേക്ക് സംഭവിക്കുന്നതല്ലല്ലോ. എന്തെങ്കിലും രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായിട്ടാവാം ആ ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്നൊക്കെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ന്യൂസ് റൂമിലേക്ക് വരാനായിട്ട് റെഡി ആകുമായിരുന്നു ആങ്കർ ലീ. അന്നേരം അവന് ഹാദിന്റെ കോൾ വരും, പക്ഷെ അറ്റൻഡ് ചെയ്യത്തില്ല. അതിന്റെ പുറകെ അവൾ മെസ്സേജ് അയക്കും. മനഃപൂർവ്വം എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യാത്തതാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊന്ന് മീറ്റ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നാണ് അവൾ അയച്ചേക്കുന്നത്. അവൻ വരുമ്പോഴത്തേക്കിനും ഇതിന്റെ കൊളീഗ്സ് ആണെങ്കിൽ വീണ്ടും അവനെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു ആക്ട്രസിനെ ഡേറ്റ് ചെയ്യുന്നതിൽ സന്തോഷമാണല്ലേ, നിങ്ങൾ ഓൾറെഡി ഡേറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ, നിങ്ങൾ നല്ല ക്ലോസ് ആയതുകൊണ്ടാണോ അങ്ങനെയൊക്കെ സംഭവിച്ചത്, അവളുടെ മുഖത്ത് നോക്കിയിട്ട് മീനായിട്ടൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവന് ദേഷ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ടാണോ അതോ നല്ല ബോഡി ആയതുകൊണ്ടാണോ എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുമ്പോൾ ഇവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പം മിസ്റ്റോയുടെ ഹസ്ബൻഡാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. കൂടെയുള്ള ആൾക്കാർ അയാളെ വഴക്ക് പറയും. എന്ത് മോശമായിട്ടാണ് സംസാരിച്ചത്, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്, അതിനിങ്ങനെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ ഇയാളിങ്ങനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് വേറൊരു കുട്ടി വന്നിട്ട് പറയും ആങ്കർ ലീ റെസ്റ്റ് റൂമിലേക്ക് പോയതാണ്, അതൊന്ന് അറിയിക്കാൻ പറഞ്ഞു. ജംഹൂൺ ടെയൂണെ വിളിക്കാനായിട്ട് പോയതാണ്. ഹാദിന് ഇനി ഒരിക്കലും അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടത്തില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അത് റെയർ ആണ് അങ്ങനെ ഒരു കണ്ടീഷൻ. പക്ഷെ ഹാദിന്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് തിരിച്ചു കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. എനിക്കൊന്നും ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ്. ഇപ്പൊ ഓർമ്മകൾ എന്തെങ്കിലും തിരിച്ചു വരുവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഒരുപാട് വേദനകളിൽ കൂടി അവൾ കടന്നു പോകും. പണ്ടത്തേനെക്കാട്ടിലും അവളുടെ കണ്ടീഷൻ മോശമാവുമെന്ന് ടെയൂൺ പറയും. അപ്പൊ ഇവൻ ചോദിക്കുന്നത് ഞങ്ങളിൽ ആരാണ് ഏറ്റവും പിറ്റിഫുൾ, ഒരിക്കലും ഓരോ ഓർമ്മയും മറക്കാത്ത ഞാനാണോ, അത് ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല മെമ്മറീസ് എല്ലാം മറക്കേണ്ടി വന്ന ഹാജിനാണോ? ഒരു രീതിക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് ഹാജിനോട് അസൂയുണ്ട്, മറ്റൊരു രീതിക്ക് നോക്കുവാണെങ്കിൽ അവളുടെ അവസ്ഥയിൽ സങ്കടം ഉണ്ടെന്ന് ഇങ്ങനെ പറയും. അതിന് മറുപടി ഒന്നും പറയത്തില്ല ടെയൂൺ. ആ കോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഹാജിന്റെ അടുത്ത മെസ്സേജ് ഞങ്ങൂന്ന് വരും. ഇയാൾ എന്താ മറുപടി ഒന്നും അയക്കാത്തത്, ഇയാളുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വായിക്കാൻ പറ്റുന്നില്ലേ, അതോ വിരലെന്തെങ്കിലും മുറിഞ്ഞോ, ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കണം, വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം സംസാരിക്കാനാണെന്നാണ് അവൾ എഴുതിയേക്കുന്നത്.
ജംഗ്മോൻ വിളിക്കുന്നില്ല. ഹാദിൻ ആണെങ്കിൽ അവന്റെ കോളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാക്കിങ്ങിന് മിസ് പാർക്കിന്റെ കോള് വരുമ്പോഴത്തേക്കിനും അത് അവളുടെ ഫോണാണെന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് അവിടെ തട്ടിമറിഞ്ഞ് വീഴുവോ എന്നൊക്കെ ചെയ്യുന്നുണ്ട് ഹാക്കിങ്. ഇവളുടെ ഈ പരാക്രമമൊക്കെ കാണുമ്പോൾ ശരിക്കും ആങ്കർ ലീയെ ഇഷ്ടമാണോ എന്ന് ഹാക്കിങ് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ആലോചിച്ചിട്ട് എനിക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ക്യൂരിയസ് ആണ്, അയാളെ പറ്റി വറീഡുമാണ്. കാരണം അന്ന് ന്യൂസ് റൂമിൽ വെച്ചിട്ട് ഫ്രീസ് ആയത് കണ്ടതിൽ പിന്നെ അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെയും അതുപോലെ 2-3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വേറെ ഏതോ ലോകത്തിലേക്ക് പോകുന്ന പോലെയാണ് പെരുമാറുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഹാദിൻ പറയും. സംഗതി പ്രശ്നമാണെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. നിനക്ക് മാത്രമേ അങ്ങോട്ട് ഇഷ്ടമുള്ളൂ, തിരിച്ചില്ലാന്ന് നിനക്ക് അറിയാലോ. പറഞ്ഞപ്പോൾ തന്നെ റിജക്ട് ചെയ്തില്ലേ, അതുകൊണ്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ഹാക്കിങ് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും അവസാനിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ ഫേക്കായിട്ട് ഡേറ്റ് ചെയ്യുകയാണല്ലോ, അപ്പൊ ഇനിയും സമയമുണ്ടെന്നുള്ള രീതിക്കാണ് ഹാദിൻ മറുപടി പറയുന്നത്. ന്യൂസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും, കാണണം എന്ന് പറഞ്ഞിട്ട് ഹാദിൻ പോയി TV ഓൺ ആക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു കോൾ വരും. അത് ആങ്കർ ലീഡേതാണ്. അവൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. മെസ്സേജിനും റിപ്ലൈ തരാനായിട്ട് പറ്റിയിട്ടില്ല. എന്താണ് ഇത്ര അത്യാവശ്യത്തിൽ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കും. അത് വിശദമായിട്ട് സംസാരിക്കാനുള്ളതാണ്, നേരിട്ട് തന്നെ കണ്ട് സംസാരിക്കണം, നമുക്ക് മീറ്റ് ചെയ്താലോ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കിനും ഇന്ന് പറ്റത്തില്ല, നാളെ ഫ്രീ ആണോ എന്ന് അവൻ ചോദിക്കും. അപ്പൊ പിറ്റേ ദിവസം അവർക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. നാളെ ഞാൻ ബിസിയാണ്, ഇന്ന് തന്നെ മീറ്റ് ചെയ്യാം, ന്യൂസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും വന്നാൽ മതി, എനിക്കറിയാവുന്ന ഒരു കഫേ ഉണ്ട്, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം എന്ന് ഇവള് പറയും. ശരി, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം, എനിക്കും ഒരു അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ടെന്ന് ജംഗ്ഹൂണും അവളുടെ അടുത്ത് പറയും. അത് കേട്ടപ്പോൾ മുതൽ ജംഗ്ഹൂൺ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ഹാദിന്. ഹാക്കിങ് എന്തായാലും പറയും, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പോകണ്ട, 2 ആഴ്ച എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സോടെയാണ് സമ്മതിച്ചത്, ഇനിയിപ്പോൾ അത് 2 മാസത്തേക്ക് നീട്ടണമെന്ന് പറഞ്ഞാൽ എന്തായാലും സമ്മതിക്കാനായിട്ട് പോകുന്നില്ല എന്ന് അവളോട് പറയും. ഹാദിൻ ജംഗ്ഹൂണിനെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു, പകുതി കാണാൻ പറ്റുള്ളൂ, ബാക്കി ഞാൻ റെഡിയാകാനായിട്ട് പോയേക്കുമായിരുന്നു ബാക്കി സമയം, ഇന്നത്തെ ടൈ ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഇവരകത്ത് ചെല്ലുമ്പോൾ ആൾക്കാരൊന്നുമില്ല, രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഓണർ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് കഫേ നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തരണം എന്ന് ഹാദിൻ പറയും. റൂഫ് ടോപ്പിലെ വ്യൂ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്കാണ് പോകുന്നത്. സ്റ്റെപ്പ് കയറുന്ന തന്നെ ഹാദിൻ വീഴാനായിട്ട് പോകും. ആങ്കർ ലീ ആണ് അവളെ വീഴാതെ പിടിക്കുന്നത്. അത് ഹാദിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ജംഗ്ഹൂൺ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇയാളുടെ കൂടെ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു വേണമല്ലോ നടക്കാൻ, എപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. വെളിയിലിരിക്കുന്ന ഹാക്കിങ്ങിന് തലേ ദിവസം ഹാദിൻ ചോദിച്ച കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. സെയൂണിനെ അറിയാമോ എന്ന് ആങ്കർ ലീ എന്നോട് ചോദിച്ചായിരുന്നു, അത് ആരാണെന്ന്. ഇവക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ പ്രശ്നമാണ്. എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും, അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല, ആ പേര് തന്നെ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം സമാധാനിക്കുകയാണ് ഹാക്കിങ് ചെയ്യുന്നത്. ഹാദിൻ എഫേർട്ട് ഇട്ട് വലിയ കാര്യത്തിൽ ബുക്ക് ചെയ്തതാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഇയാൾ പറഞ്ഞത് ശരിയാണ്, ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇവിടെ നിന്നുള്ള വ്യൂവും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോസിറ്റീവ് രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ, എൻ്റെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ അതെങ്ങും പോസ്റ്റ് ചെയ്യത്തില്ല എന്ന് ഹാദിനോട് പറയുമ്പം അവൻ സമ്മതിക്കും. ഇയാൾക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്. യൂഷ്വലി സെലിബ്രിറ്റീസിനൊക്കെ എപ്പോഴും അവരുടെ പുറകെ ആൾക്കാരെ ഫോട്ടോ എടുത്തോണ്ട് നടക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കാനായിട്ട് ഇഷ്ടമില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് ജംഗ്ഹൂൺ പറയുമ്പോഴത്തേക്കിനും അതെ, അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് ഇഷ്ടമാണ്, എനിക്ക് അത്ര നല്ല മെമ്മറി ഇല്ല, ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും എനിക്കതൊരു ധൈര്യമാണ്, കുറെ നാൾ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും നല്ല മൊമെന്റ്സിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മ അല്ലെങ്കിൽ ഒരു സന്തോഷം എനിക്ക് വരുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോസ് എടുക്കുന്നതെന്ന് അവൾ പറയും. ഇയാൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുമെന്ന് ജംഗ്ഹൂൺ പറയും. എനിക്ക് നല്ല മെമ്മറി ഉണ്ട്, കാര്യങ്ങളൊന്നും ഞാൻ മറക്കാറില്ല എന്ന് പറയുന്നുണ്ട്. ഇയാൾ ഷോ ഓഫ് കാണിക്കുവാണോ എന്നാണ് ഹാദിൻ ചോദിക്കുന്നത്. എന്താണ് പറയാനുണ്ടായിരുന്നത് ജംഗ്ഹൂൺ ചോദിക്കുമ്പോൾ, നമ്മളുടെ രണ്ടുപേരുടെയും പ്രഡിക്ഷൻ തെറ്റായിരുന്നു, എൻ്റെ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, റിവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങി, ടിക്കറ്റ് സെയിൽസിലൊക്കെ ഫസ്റ്റ് ആണ്, അതെന്തായാലും ഹിറ്റ് ആവും, പറഞ്ഞ കൂട്ട് കോൺട്രാക്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമെന്ന് തോന്നുന്നില്ല, ഇപ്പം എത്ര നാൾ വേണ്ടി വരുമെന്ന് അവൻ ചോദിക്കുമ്പോൾ മിക്കവാറും 2 മാസമെങ്കിലും വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ബ്രേക്കപ്പ് ന്യൂസ് പറഞ്ഞിട്ട് അതെല്ലാം വാർത്തയായി കഴിയുമ്പോഴത്തേക്കിനും അതെൻ്റെ മൂവിയെ ബാധിച്ചാൽ എനിക്ക് കുറ്റബോധം തോന്നും, ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന് പിന്നിൽ, ഞാൻ കാരണം അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നോട് പറയുമ്പോഴത്തേക്കിനും അവൻ സമ്മതിക്കും. കുഴപ്പമില്ല, ഇയാൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്തോ, 2 മാസമെങ്കിൽ 2 മാസം, എനിക്ക് പ്രശ്നമില്ല എന്ന് പറയും. അവൾ അതിന് താങ്ക്സ് ഒക്കെ പറയും, അവളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ, എന്നോട് ഇയാൾ നന്നായിട്ടാണല്ലോ ഇപ്പൊ പെരുമാറുന്നത്, നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഞാൻ റെക്ലെസ് ആണ്, തോട്ട്ലെസ് ആണ്, ഇൻകൺസിഡറേറ്റ് ആണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞതെന്ന് ഹാദിൻ ജംഗ്ഹൂണിന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ അവൻ പറയുന്നത്, ഇയാൾ നല്ലൊരാളാണ്, ഇയാൾ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം, ഞാൻ കാര്യമായിട്ട് പറയുവാണെന്ന് പറയും. ഇയാൾ ഇതെല്ലാം പോസിറ്റീവായിട്ടല്ലേ എന്നോട് പറഞ്ഞത്, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരിക്കലും ഇനി കാണത്തില്ലെന്ന്, ആ രീതിക്ക് എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ഹാദിൻ ജംഗ്ഹൂണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇയാളുടെ തോന്നൽ ശരിയാണ്,
അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഇനി നമ്മൾ തമ്മിൽ കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്നെ വിളിക്കുകയോ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യരുതെന്ന് ജംഗ്ഹൂൺ ഹാദിന്റെ അടുത്ത് പറയും. കുറച്ചു നേരത്തെ ഇയാൾ തന്നെയല്ലേ പറഞ്ഞത് ഡേറ്റിംഗ് ന്യൂസ് എത്ര നാളും മുന്നോട്ടേക്ക് പോയാലും ഇയാൾക്ക് കുഴപ്പമില്ലാന്ന്, പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും അത് ശരിയാണ്, ആ സ്കാൻഡൽ വരാൻ കാരണം ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ അതിന് സമ്മതിച്ചത്. അതിപ്പോ 2 മാസമായാലും 2 ആഴ്ചയായാലും എനിക്ക് പ്രശ്നമില്ല, കാരണം എന്തായാലും അത് ഫേക്ക് ആണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ കാണേണ്ട ആവശ്യം വരുന്നില്ല. ഇയാൾക്ക് എപ്പോഴാണ് സൗകര്യം അന്നേരം ഇയാൾ ന്യൂസ് റിലീസ് ചെയ്തോളൂ എന്ന് പറയും. അപ്പൊ എന്താണ് റീസൺ നമ്മൾ ചോദിക്കുന്നുണ്ടേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നല്ലോ, അതുപോലെ തന്നെ കാര്യങ്ങൾ തിരിച്ചു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്, അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ കാണണ്ടെന്ന് പറയും. അങ്ങനെ ഹാദിൻ അവിടുന്ന് ഹാക്കിങ്ങിന്റെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഇവരെ വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും ആരോ ഒളിഞ്ഞു നിന്ന് ഇവരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ഒരുപാട് ഫോട്ടോസ് എടുക്കും. ഈ ആളുടെ റൂമിൽ ഫുൾ ഹാദിന്റെ ഫോട്ടോസ് ആണ്. ഹാദിനും ജംഗ്ഹൂണും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസ് വരെ ഇയാളുടെ കയ്യിലുണ്ട്. ഇയാൾ എന്നിട്ട് ജംഗ്ഹൂണിന്റെ മുഖത്ത് കുത്തി വരയ്ക്കും.